ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് ഒലിച്ച് വെക്കുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എത്ര കുഞ്ഞു ഉള്ളികളായാലും ഏത് തരം ഉള്ളികളായാലും നമുക്ക് ഒലിച്ച് വെക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളും അതേപോലെ എളുപ്പവുമാണ് ഈ ഒരു ട്രിക്ക്. അപ്പോൾ നമ്മൾ ഉള്ളികളൊക്കെ ഇതേപോലെ ഒന്ന് അടർത്തിയിട്ടതിന് ശേഷം ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണയോ അതിലേക്കൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉള്ളിയുടെ തോലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. പണ്ടുള്ള കാലത്തൊക്കെ ആൾക്കാർ ചെയ്തിരുന്ന ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇത്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഇതേപോലെ ഉള്ളി ലേഹ്യമൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു ട്രിക്കാണ് അവർ ചെയ്യാറ്. പെട്ടെന്ന് തന്നെ ഒന്ന് കൈവച്ച് തിരുമ്പുമ്പോഴത്തേക്കും അതിൻ്റെ തോലൊക്കെ പോയി കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് എത്ര കുഞ്ഞു ഉള്ളികളായാലും നമുക്ക് ഈ ഒരു വെയിലത്ത് വെച്ചെടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ തോല് കളഞ്ഞ് എടുക്കാം. ഒരു ഉള്ളി പോലും നമുക്ക് ഇതിൽ നിന്നിട്ട് പുറത്തേക്ക് പോവില്ല. എത്ര കുഞ്ഞ് ഉള്ളികളായാലും ഇതേ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ കിലോ കണക്കിന് ഉള്ളി നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ പണ്ടുള്ള അമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു ട്രിക്കാണ് ഇത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കുറച്ച് ഉള്ളി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ കുറച്ചുള്ളി ഇതേപോലെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ അന്ന് അത് ചെയ്തെടുത്തത്. അതിൽ ബാക്കിയുള്ള കുറച്ച് ഉള്ളിയാണിത്. അപ്പോൾ ഇതോടൊപ്പം ഇതും ഇട്ട് വെച്ചാൽ നമുക്കിപ്പോൾ കുറേ നാളുകൾക്ക് ഈ ഒരു ഉള്ളി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ റമദാനൊക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥനകളും നിസ്കാരങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഉള്ളി ഒലിക്കലും കുക്കിങ്ങിനൊക്കെ വരുന്ന ടൈമിൽ. അപ്പോൾ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ ഈ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ ഒരു ചെറിയ ഉള്ളിയും ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു ഉള്ളി പോലും പുറത്തേക്ക് പോവാതെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. എത്ര ചെറിയ ഉള്ളികളായാലും നമുക്ക് അത് കൈകൊണ്ട് നമുക്കൊന്ന് തിരുമുമ്പോഴത്തേക്കും തോലൊക്കെ പോയി കിട്ടും. ഇത്തിരി ഓയിൽ പരട്ടിയതിന് ശേഷം നമ്മളിതൊക്കെ ഒന്ന് അടർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെയിലത്ത് വെച്ചെടുത്താൽ മതി. അപ്പം തന്നെ നമുക്കിത് പെട്ടെന്ന് ഒലിച്ചെടുക്കാം. ഞാൻ ഓരോ ആഴ്ചത്തേക്കും ആവശ്യമുള്ള ഉള്ളി ഇതേപോലെയാണ് ചെയ്തെടുക്കാറ്. ചൂടുവെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒലിച്ചെടുക്കാം. പക്ഷെ അതിനേക്കാളും ഈസിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമ്മൾ വെയിലത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി കൈവച്ച് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്പി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ പോയി കിട്ടും. പിന്നെ അതിൻ്റെ മുകൾ ഭാഗവും അതേപോലെ അടിഭാഗമൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി. വെയിൽ തട്ടുമ്പോൾ തന്നെ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ പൊള്ളി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് തിരുമ്മി കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ തോലൊക്കെ അങ്ങോട്ട് പൊടിഞ്ഞു പോകുന്നോളും. നമ്മളെ വീട്ടിലൊക്കെ ആദ്യ നാൾ മുതലേ തന്നെ ഇങ്ങനെ തന്നെയാണ് ചെയ്തു വെക്കാറ്. എല്ലാ പണികളും നോമ്പിന് ഒരാഴ്ച മുൻപ് തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം സ്വസ്ഥമായിട്ടിരിക്കാനും അതേപോലെ തന്നെ നമുക്ക് ജോലിഭാരം കുറക്കാനൊക്കെ. അപ്പോൾ ഇതേപോലെയാണ് എല്ലാവരും ചെയ്ത് വെക്കാറ്. ഈ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും നമ്മൾ ശേഖരിച്ച് വെക്കും, എല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റമദാൻ്റെ ടൈമിൽ ഭയങ്കര ആശ്വാസമാണ്. ഉള്ളിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാതെ നമ്മൾ സൂക്ഷിക്കുക. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പൂത്ത് പോവുകയും ചീഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും വെള്ളം ഇല്ലാതെ നല്ല ക്ലീനായിട്ട് ഇതേപോലെ കണ്ടെയ്നറിൽ മൂടിയിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഇനി നമ്മൾ അതേപോലെ തന്നെ റമദാനിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലി പൊടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മല്ലി നമ്മൾ കഴുകി ഒരു കവറിൽ ഞാനിവിടെ എടുത്ത് വെക്കും ആവശ്യത്തിന് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. അതിലേക്കൊരു 4-5 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും അതുപോലെ കുറച്ച് പുതിനയിലയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഈ ഇലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം.
ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ചിലർ ഇതിൽ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് പൊടിക്കാറുണ്ട്. ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ച് ഒഴിക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് നമുക്കിത് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വറുത്ത് പൊടിച്ചിടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ലെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ സ്മെല്ല് ചെല്ലും. കറികൾക്കൊക്കെ സ്വാദ് കൂട്ടാനും അതേപോലെ നല്ല സ്മെല്ലിനൊക്കെ ഈ ഒരു പൊടി എല്ലാ കറികളിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ചിക്കൻ കറി ആയാലും മട്ടൻ കറി ആയാലും ബീഫ് കറി ആയാലും മുട്ടക്കറിയിലൊക്കെ നമുക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റും അതുപോലെ നല്ല സ്മെല്ലും ആയിരിക്കും നമ്മുടെ കറികൾക്കൊക്കെ. അപ്പോൾ ഈ പൊടി ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് റമദാൻ കഴിയുന്നവരെ നമുക്ക് ഉപയോഗിക്കാനുണ്ടാവും. ഇതിന് നമുക്ക് 1 ടീസ്പൂൺ പൊടി മാത്രം നമ്മളെ കറിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും, അതുപോലെ നല്ല സ്മെല്ലും ആയിരിക്കും. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.